ഇതായിരിക്കില്ല പൊന്നു മോനെ അവസ്ഥ. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ തല്ലും. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ പിള്ളേരെ മുന്നേറി ഞാൻ തല്ലും. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ, വെറുതെ അങ്ങ് തല്ലിക്കൊല്ലാൻ ഞങ്ങൾ എന്താ ഓച്ചന്മാരാണെന്ന് കരുതിയോ? ചിന്നക്കട രാജീവിനെ നീ ഏത് രാജ്യമാണ് തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ചിന്നക്കട രാജീവിനെ നീ അവിടെ വന്ന് തല്ലും. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വീണ്ടും ഒരു പൊടി കുട്ടിയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുക, വളരെ ക്ഷമിച്ചു. നീ ചിന്നക്കട രാജീവിനെ തല്ല ആയി അല്ല, ഞാനോട് കുട്ടി മിണ്ടുന്നില്ല. ഏത് കുട്ടി? ചെറിയ മിണ്ടുന്നില്ല. This കുട്ടി and you കുട്ടി. ഈ കുട്ടി ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറയേണ്ടത് അവള് പറയുന്നത്. അതെ, മകള് പറയുന്നു, അത്രേ ഉള്ളൂ. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ചിന്നക്കട രാജീവിന്റെ മുഖത്തേക്ക് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് ലൈവ് ഇട്ടാലോ? സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ചിന്നക്കട രാജുവിനെ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈവ് ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അല്ല, നിൽക്കാം മോനെ കാണിച്ച് ചിന്നക്കട രാജു. Oh my God, ചിന്നക്കട രാജു. I know English. ചിന്നക്കട രാജീവിനെ തല്ല ഒരു പെൺകുട്ടി, അതൊരു പീറ പെൺകുട്ടി. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.